പുണ്യശ്ലോകനും ഭാഗ്യസ്മരണാർഹനുമായ പെരുമ്പള്ളി തിരുമേനിയുടെ 27ാമത് ദുഃഖറോനോ. പെരുമ്പള്ളി തിരുമേനിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് ഫെബ്രുവരി മാസം 22-ാം തീയതി കാലം ചെയ്യണം. ഇത് ഞാൻ തമാശ പറഞ്ഞല്ല, പല പ്രാവശ്യം അദ്ദേഹം അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അനിയനച്ഛനും ഞാനും സ്ലീബാച്ചനും മത്തായി അച്ഛനും ഞങ്ങൾ തിരുമേനിയുടെ ഒപ്പമുള്ള എല്ലാവരും ഒക്കെ ഉള്ളപ്പോൾ പല സന്ദർഭങ്ങളിൽ തിരുമേനി എനിക്ക് ഫെബ്രുവരി മാസം 22-ാം തീയതി കാലം ചെയ്യണം. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് ഇതുപോലെ ഉള്ള ഒരു ആദരവും ബഹുമാനവും സമർപ്പണവും ജീവശ്വാസം പോലെ നമ്മുടെ പൂർവിക പിതാക്കന്മാർ ഒക്കെ എങ്ങനെയായിരുന്നു അതുപോലെ കാത്തു സംരക്ഷിച്ച ഒരു ഭാഗ്യസ്മരണാർഹനായ തിരുമേനിയാണ് പെരുമ്പള്ളി തിരുമേനി. ഇവിടെ റോയേശൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരണമൊന്നും തരുന്നില്ല. യഥാർത്ഥത്തിൽ തിരുമേനിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ ആശുപത്രിയിലായിരുന്നു മരണം. വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയുള്ള മരണം അല്ലായിരുന്നു കേട്ടോ, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വെന്റിലേറ്ററിൽ നിന്നും ആയിരുന്നില്ല തിരുമേനിക്ക് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. തിരുമേനി നാച്ചുറലായിട്ട് അന്ത്യശ്വാസം വലിക്കുന്നത്, കർത്തൃസന്നിധിയിലേക്ക് യാത്ര പോകുന്നത് ഫെബ്രുവരി മാസം 22-ാം തീയതി പരിശുദ്ധ പത്രോസ് അന്ത്യോക്യയിൽ സിംഹാസനം സ്ഥാപിച്ച ദിവസം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പോലെ അത് ഉണ്ടായി എന്നുള്ളത് ആ ശ്രേഷ്ഠനായ പരിശുദ്ധനായ തിരുമേനിയുടെ മഹത്വത്തെ, പരിശുദ്ധ സിംഹാസന ഭക്തിയെ വിളിച്ചറിയിക്കുന്നതാണ്. പാത്രിയർക്ക ദിനങ്ങളിലൊക്കെ തിരുമേനി പാടാറുള്ള പാട്ട് ഞാൻ 1-2 സ്ഥലങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. ശ്ലീഹർദണ്ഡല ശമോനോടു കർത്താവരുളേ, എൻ വീട്ടിൻ അധിപതിയായി ഞാൻ ഏൽപ്പിക്കുന്നു, ബന്ധിപ്പാനും അഴിപ്പാനും താക്കോൽ നൽകുന്നു, നീ ബന്ധിച്ചാൽ ഞാനും ബന്ധിക്കും, നീ അഴിച്ചാൽ ഞാനും അഴിച്ചിടും, പാപികൾക്കായി നീ പ്രാർത്ഥിച്ചാൽ ഉത്തരമരുളും ഞാൻ. ഈ പാട്ടിൽ യഥാർത്ഥത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായിരുന്നു പെരുമ്പള്ളി തിരുമേനി. തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ബാഷ്പാഞ്ജലി അർപ്പിക്കാം. അദ്ദേഹം സ്വർഗത്തിലിരുന്ന് നമ്മുടെ ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവായോടും നമ്മുടെ പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവായോടും മുൻഗാമികളൊക്കെ ചേർന്നിരുന്ന് സ്വർഗീയ ത്രോണോസിങ്കൽ ആരാധിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. അവരിനി മാലാഖമാരെ പോലെയാണ് എന്ന് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ അപ്രകാരം അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്നു, ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഈ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും എക്കാലവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്